ഡെയിലി ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബറോ കണ്ടൻറ് ക്രിയേറ്ററോ ആണ് എന്നുണ്ടെങ്കിൽ പോസ്റ്റർ ഡിസൈനിങ്ങിനെ കുറിച്ചും തമ്പനെയിൽ ക്രിയേഷനെ കുറിച്ചും വ്യക്തമായൊരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ തമ്പനെയിൽ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ടൻറ്റിനെ സാരമായി ബാധിക്കുകയും അതിൻ്റെ റീച്ച് കുറയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ വീഡിയോയിൽ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ മനോഹരമായിട്ടുള്ള തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് പിക്സൽ ലാബ് എന്ന് സെർച്ച് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒന്ന് പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണിക്കുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന് പറഞ്ഞാൽ ഗാലറിയിൽ കിടക്കുന്ന പിക്ചർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഫുൾ സ്ക്രീനിൽ കാണാനാണെങ്കിൽ ഫുൾ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യൂസ് ഇമേജ് ഫ്രം ക്യാമറ, മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സേവ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പോർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇമേജ് സൈസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിനാണെങ്കിലും യൂട്യൂബ് തമ്പനെയിലിനാണെങ്കിലും ഓരോരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇമേജ് സൈസ് ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യേണ്ടത് ഈ ഇമേജ് സൈസിൽ വന്നിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളല്ല. ഇനി ടോപ്പിലെ ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കറൻറ്റ് ഡേറ്റ് ഇൻസെർട്ട് ചെയ്യാനും സ്റ്റിക്കേഴ്സ് ഇൻസെർട്ട് ചെയ്യാനും ഷേപ്പുകൾ ഇൻസെർട്ട് ചെയ്യാനും ഉള്ള ഓപ്ഷനുകളുണ്ട്. ഫ്രം ഗാലറി, അതായത് ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോ, അത് റിപ്പീറ്റേഷനാണ്. അതായത് ഗാലറിയിലുള്ള ഫോട്ടോ ലോഡ് ചെയ്യാനായിട്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഡ്രോ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വരക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ടോപ്പിലെ റൈറ്റ് കോർണറിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. ഇമേജ് സൈസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. കസ്റ്റമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തമ്പനെയിൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് തമ്പനെയിലിൻ്റെ ആ സൈസിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ലെഫ്റ്റ് കോർണറിൽ നിന്ന് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് ഏത് പിക്ചറിനെയാണോ നമുക്ക് വേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് 16:9 എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിക്കേണ്ടതുണ്ട്. എങ്കിലാണ് യൂട്യൂബ് തമ്പനെയിലിൻ്റെ സൈസിലേക്ക് അത് മാറുകയുള്ളൂ. ഇതിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ വൈറ്റ് റൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് തുല്യമായിട്ട് ആ പിക്ചറിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ഈ പിക്ചറിലേക്ക് എങ്ങനെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം, അതിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഈ എ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് എന്ന് പറയുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് ഓപ്പൺ ആവും. ആ ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചെയ്ത ടെക്സ്റ്റിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും മാറ്റം വരുത്തുന്നില്ല. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സൈസ് കൂട്ടണമെങ്കിൽ നമുക്കിവിടെ കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത ആ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാൻ നമുക്കുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഉദാഹരണത്തിന് നമുക്കിവിടെ ബ്ലാക്ക് ആണ് കൊടുക്കേണ്ടത് വെച്ചാൽ ബ്ലാക്ക്,
ഇനി ഏത് കളറാണ് നമുക്ക് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് വൈറ്റാണ്. ഓക്കെ. പിന്നെ ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈല്, ഇവിടെ മലയാളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് അതിനകത്തില്ല. ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏതാ ഫോണ്ടിൻ്റെ സ്റ്റൈല് വേണ്ടതെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇനി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെഡ് കളറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ റെഡിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നതാണ്. അലൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണ്, ഏത് സൈഡിലേക്കാണോ, സെൻറ്ററിലേക്കാണോ, ലെഫ്റ്റിലേക്കാണോ ഏത് സൈഡിലേക്കാണോ നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെൻറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന തമ്പനെയിലുകളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെയും തമ്പനെയിൽ ക്രിയേഷൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. കുറച്ച് സമയം ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ചിലവഴിക്കാമെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിസൈനിങ് പഠിക്കാവുന്നതാണ്.